Hello dears, welcome back to our channel. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളിയായിട്ട് ബ്രെഡ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 ബ്രെഡ് ആട്ടോ എടുത്തിട്ടുള്ളത്. ആ 4 ബ്രെഡിൻ്റെയും സൈഡൊന്ന് നമുക്ക് ഇതുപോലെ ഒരു കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് എന്തായാലും ബ്രെഡിൻ്റെ സൈഡ് ആവശ്യമില്ല. എന്നിട്ട് ബാക്കിയുള്ള ഈ ബ്രെഡ് വെച്ച് നമുക്ക് നല്ല ചെറിയ പീസാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്നിതൊന്നും ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡില്ലേ, അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 2 കപ്പ് പാലും ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലവറിൻ്റെ ആ മിക്സ് ഇല്ലേ, അതൊന്ന് ഒഴിച്ചു കൊടുക്കണേ. നല്ലോണം ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം, ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് 1 നുള്ളി സാഫ്രോണും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് കുറുകി വരട്ടെ. നല്ലോണം ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മുടെ ഇത് ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടോടുക്കെ തന്നെ ആട്ടോ അത് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്, തണുക്കാനൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സാഫ്രോൺ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതൊന്നും തണുത്ത് വരട്ടെ. തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂറോളം തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുഡിംഗ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ 2 പേരും നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്ത് പിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഫസ്റ്റ് റുബീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൻറ്റിയാണ്, എൻ്റെ ഉമ്മാൻ്റെ ഫ്രണ്ടാണ്. എപ്പോഴും എല്ലാ റെസിപ്പിയും ട്രൈ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. പിന്നെ ഖദീജ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൻറ്റിയാണ്, അപ്പോൾ അവരും കോഴിക്കോട് നിന്നാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ വരുന്നതുവരേക്കും ബൈ.